ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. അപ്പോൾ നാളെയാണ് നമ്മളുടെ ബജറ്റ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ ജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ ഓപ്പൺ ആയിരിക്കും. നാളെ നല്ല രീതിയിലുള്ള വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരം വോളറ്റാലിറ്റിയിൽ മാർക്കറ്റ് ഭയങ്കര അപ്സൈഡ് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഓവർ വാല്യൂഡ് സ്റ്റോക്സ് നല്ല രീതിയിൽ മീൻസ് ഒന്ന് റിക്കവർ ആയി കഴിഞ്ഞാൽ അത് സെൽ ചെയ്ത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അതുപോലെ നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ അറിയാം. അത്തരം സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. നോട്ട് എ ബൈ റെക്കമെൻഡേഷൻ, ജസ്റ്റ് ഷെയറിങ് മൈ ഒപ്പീനിയൻ. സോ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബജറ്റ് ഫോക്കസിൽ കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എന്ന്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 സെഗ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒന്ന്, നമുക്കറിയില്ല ഏതൊക്കെയാണ് സെക്ടേഴ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ബജറ്റ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ സെക്ടേഴ്സിനുള്ളതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള എല്ലാ സെക്ടറിലെയും കഴിഞ്ഞ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ എല്ലാ സെക്ടറിനും മേജറായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു 4-5 സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ മാത്രമാണ് ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചാർട്ട് അനാലിസിസ് നമ്മളിപ്പോൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വാല്യുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം വാല്യുവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓവർ വാല്യൂഡ് ആണെങ്കിൽ ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കാതിരിക്കുന്നത് നല്ലത്. അണ്ടർ വാല്യൂഡ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇപ്പം വാല്യുവേഷൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ള വാല്യുവേഷൻ്റെ വീഡിയോ എല്ലാം കാണാൻ ശ്രമിക്കുക. ആ തരത്തിലാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ പറയട്ടെ, വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഒരുപാട് സ്റ്റോക്കുകളെ കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ വാല്യുവേഷനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇനി ഒരു റിക്കവറിയിലേക്ക് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ബജറ്റ് റാലിയിലേക്ക് പോവുകയാണെങ്കിലോ ഓവർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഞാൻ വാല്യുവേഷൻ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ടാണ്, അനാലിസ്റ്റ് എസ്റ്റിമേറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അതിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് EV EBITDA മെത്തേഡ്, PE മൾട്ടിപ്പിൾ മെത്തേഡ്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡുകളാണ്. EV എബിഡയും PE മൾട്ടിപ്പിളും ഷോർട്ട് ടൈമിലേക്കും മിഡ് ടൈമിലേക്കും, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ അടുത്ത 5 വർഷത്തെ പ്രൊജക്ഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണാറുള്ളത് എന്നുള്ളതാണ്. സോ ദിസ് ഫെയർ വാല്യൂ ഈസ് ജസ്റ്റ് എസ്റ്റിമേറ്റ്, ഇറ്റ്സ് നോട്ട് ആൻ ആബ്സല്യൂട്ട് വാല്യൂ. അപ്പം അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇതിൽ എൻ്റെ ഒരു അസംഷൻ ഇല്ല. എല്ലാം നമ്മൾ പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസാണ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ സോഴ്സസ് ലൈക്ക് തോംസൺ റോട്ടേഴ്സ് ആൻഡ് ബ്ലൂംബെർഗ് എറ്റ്സെട്ര. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഹീറ്റ് മാപ്പ് അനാലിസിസ് ആണ്. ഹീറ്റ് മാപ്പ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്ടറിലുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇൻഡെക്സിലുള്ള ഒരു ഇൻഡസ്ട്രിയിലുള്ള വിവിധങ്ങളായിട്ടുള്ള സ്റ്റോക്കുകളിൽ എവിടേക്കാണ് കൂടുതൽ മണി ഫ്ലോ നടക്കുന്നത് എന്ന് നോക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബൈയിങ് നടക്കുന്നതും ഏറ്റവും കൂടുതൽ സെല്ലിങ് നടക്കുന്നതും, മണി ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ, ഏറ്റവും കൂടുതൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത് ഏതൊക്കെ സ്റ്റോക്കുകളിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു അനാലിസിസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഹീറ്റ് മാപ്പ് ഓഫ് ടുഡേ അല്ലെങ്കിൽ പ്രീവിയസ് ഡേ ആണ്. ഡെയിലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് 1 വീക്ക് എടുക്കാം, 2 വീക്ക് എടുക്കാം, 1 മന്ത് എടുക്കാം, 3 മന്ത് എടുക്കാം, 6 മന്ത് ഒക്കെ എടുക്കാം. പക്ഷേ ഇതൊരു ബജറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആയതുകൊണ്ട് ഐ ജസ്റ്റ് ടുക്ക് 1 ഡേ. 1 ഡേയിലുള്ള ഒരു ഹീറ്റ് മാപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതായത് ഇന്നത്തെ ഡാറ്റയാണ് കൂടുതലും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് നിഫ്റ്റി 50 ആണ്. നമുക്കറിയാം സെക്ടർ ഇൻഡെക്സ് ഹീറ്റ് മാപ്പ് അനാലിസിസ് ആണ് എടുക്കുന്നത്. പ്രൈസ് ചേഞ്ച് ആണ് നമ്മൾ എടുക്കുന്ന ഒരു ക്രൈറ്റീരിയ. മാർക്കറ്റ് അവേഴ്സ്, അതായത് ഇന്നത്തെ ക്ലോസിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. നിഫ്റ്റി 50 ആണ് നമ്മൾ എടുക്കുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഹീറ്റ് മാപ്പിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ടാറ്റ കൺസ്യൂമർ ആണ്. അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ബെനിഫിറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു FMCG പോളിസിയോ അല്ലെങ്കിൽ കൺസ്യൂമറിസം മീൻസ് കൺസ്യൂമർ സ്പെൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പോളിസി ഉണ്ടാവുമായിരിക്കാം. ടാക്സ് ഒക്കെ ഇളവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ സ്പെൻഡിങ് കൂടും. അപ്പം ചെറിയൊരു റൂമർ വരുന്നുണ്ട് ടാക്സ് റിലീഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സോ അത്തരത്തിലൊരു ബെനിഫിറ്റ് വരുന്നൊരു സംഭവമാണ് കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ടാറ്റ കൺസ്യൂമറിന് അവരേക്ക് വരുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ മണി ഫ്ലോ ഉള്ളത് നിഫ്റ്റി 50യിൽ ബെല്ലിനാണ്, അതായത് ഭാരത് ഇലക്ട്രിക് ലിമിറ്റഡ്. പിന്നീട് വരുന്നത് ട്രെൻഡിനാണ്, നെസ്ലെ ഇന്ത്യ, LT. ഈ ഒരു 5 കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ ഇന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ബജറ്റിൻ്റെ തലേ ദിവസം എന്നുള്ള രീതിയിൽ ഇതിൽ നല്ല രീതിയിൽ ക്യാഷ് ഫ്ലോ നടന്നിട്ടുണ്ട്. സോ എന്താണ് ആ കമ്പനികളുടെ വാല്യുവേഷൻ എന്നുള്ളത് നമ്മളുടെ ഒരു വാല്യുവേഷൻ ടൂൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ടാറ്റ കൺസ്യൂമർ ആണ്. ലെറ്റ് സി വാട്ട് ഈസ് ടാറ്റ കൺസ്യൂമർ. ടാറ്റ കൺസ്യൂമറിൻ്റെ വാല്യൂ നമ്മളിവിടെ കാണുവാണ്. ഇറ്റ്സ് ഓവർ വാല്യൂഡ്. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ബെല്ലാണ്. ബെൽ, ഭാരത് കുറച്ച് സമയം എടുക്കും. നമ്മൾ API വെച്ചിട്ട് ഡാറ്റ റിട്രീവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ പ്ലീസ് കോപ്പറേറ്റ്. ഭാരത് ഇലക്ട്രോണിക്സ്. ഓക്കെ,
ഫോർ ഷോർട്ട് ടേം അത്രക്ക് അങ്ങോട്ട് ഓവർ വാല്യൂഡ് അല്ല. പ്രത്യേകിച്ച് ആ ഒരു കമ്പനിയുടെ നേച്ചർ നമുക്കറിയാം. മോണോപ്പൊളി നേച്ചറുള്ള കമ്പനിയാണ്. എപ്പോഴും നല്ല ഓവർ വാല്യൂഷൻ ഉള്ള കമ്പനിയാണ്. പക്ഷേ ഷോർട്ട് ടേമിലേക്ക് നോക്കുന്ന സമയത്ത് കമ്പനി അത്രക്ക് അങ്ങോട്ട് ഓവർ വാല്യൂഡ് അല്ല. വി ക്യാൻ സേ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഫെയർലി വാല്യൂഡ്. അടുത്ത് ട്രെൻഡാണ്. ട്രെൻഡ് നോക്കുന്ന സമയത്ത് ഇറ്റ്സ് ഓവർ വാല്യൂഡ്, സിഗ്നിഫിക്കൻ്റ്ലി ഓവർ വാല്യൂഡ്. നെസ്ലെ ഇന്ത്യ അതെല്ലാം ചിലപ്പോൾ മേലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിപ്പ് സംഭവിക്കും അതിൽ. അപ്പോഴാണ് നമ്മൾ അതിൽ ട്രാപ്പായി പോവുക. അതുകൊണ്ടാണ് നമ്മൾ അണ്ടർ വാല്യൂഡ് അല്ലെങ്കിൽ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്, വിച്ച് ഈസ് സേഫ്. നെസ്ലെ ഇന്ത്യൻ്റെ കേസിലും ഇറ്റ്സ് ക്വൈറ്റ് ഓവർ വാല്യൂഡ്. ദെൻ എൽ ടി, ലാർസൺ ആൻഡ് ടൂബ്രോ. യാ, ഇറ്റ്സ് നിയർലി ഫെയർലി വാല്യൂഡ്. 16%. നമുക്കറിയാം ഈ കമ്പനികളൊക്കെ 20, 30 അല്ലെങ്കിൽ 40%-ലൊക്കെ ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന കമ്പനികളാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. പക്ഷേ ഇത് റിലേറ്റീവ്ലി നോക്കുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് ഓവർ വാല്യൂഡ് അല്ല. ഇറ്റ്സ് നിയർലി ഫെയർലി വാല്യൂഡ് എന്ന് നമുക്ക് പറയാവുന്ന രീതിയിലാണുള്ളത്. ആസ് പെർ ദി PE മൾട്ടിപ്പിൾ ആൻഡ് EV എബിറ്റ മെത്തഡ്, അതായത് ഷോർട്ട് ടേമിലേക്കുള്ള ഒരു ഇത് നോക്കുന്ന സമയത്ത്. ഓക്കെ, അതാണ് അപ്പം നമ്മൾ നോക്കിയിട്ടുള്ള നിഫ്റ്റി 50യുടെ ഹീറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി നെക്സ്റ്റ് 50 ആണ്. അത് ഭയങ്കര വലിയൊരു ഇൻഡെക്സ് ആണ്. നല്ല രീതിയിൽ റിട്ടേൺ കൊടുക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതിൻ്റെ ഹീറ്റ് മാപ്പ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ജിൻഡാൽ സ്റ്റീൽ, ബാങ്ക് ഓഫ് ബറോഡയിലൊക്കെ നല്ല സെല്ലിംഗ് നടക്കുന്നുണ്ട്. സോ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ടൊറൻറ്റ് ഫാർമയിലൊക്കെ. ഓക്കെ, NHPC ആണ് ഇപ്പോൾ അതിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. ഗെയില്, ബെല്ല്, IRCTC, JSW എനർജി, PNB. അപ്പോൾ ഈ ഒരു 5 സ്റ്റോക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ മണി ഫ്ലോ ഉണ്ടായിട്ടുള്ള NHPC, NHPC is undervalued. It's a good opportunity. Then GAIL. GAIL is also undervalued. Good opportunity. Bell. Bell is, yeah, it's overvalued. Kind of. For short term, ആ ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന നോർമൽ ഓവർ വാല്യൂഷൻ അല്ലെങ്കിൽ പോലും it's risky to take it. Then IRCTC and JSW Energy. IRCTC overvalued. JSW Energy അതും ഓവർ വാല്യൂഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം സമയത്ത് എന്ത് ചെയ്യും, റീറ്റെയിലേഴ്സ് കുറേ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് കുറേ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ നോക്കും. അതായത് റെയിൽവേ സെക്ടറിലാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ആണെങ്കിലൊക്കെ ഒരുപാട് സ്റ്റോക്കുകൾ വാങ്ങിക്കും. അപ്പോൾ അതിലൊരു മാനിപ്പുലേഷൻ നടക്കാനും സാധ്യതയുണ്ട്. ബജറ്റിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബജറ്റിലെ എക്സ്പെക്ടേഷൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ബിഗ് പ്ലെയേഴ്സ് അതിൽ എൻട്രി എടുത്തിട്ട് നല്ല ലിക്വിഡിറ്റി വരുന്ന സമയത്ത് ഇത്തരം ഓവർ വാല്യൂഡ് സ്റ്റോക്കിൽ ലിക്വിഡിറ്റി വന്നു കഴിയുമ്പോൾ ഡംപ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സേഫ് ആയിട്ട് നോക്കുന്നവർക്ക് അണ്ടർ വാല്യൂഡ് അല്ലെങ്കിൽ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കിൽ തന്നെ ട്രേഡ് എടുക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അടുത്തത് നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പ് 100 നോക്കാവുന്നതാണ്. എല്ലാം നോക്കാനുള്ള ഒരു ടൈം റെസ്ട്രിക്ഷൻ ഉണ്ട്. നിഫ്റ്റി കല്യാൺ കേജിൽ നമ്മൾ പറഞ്ഞിരുന്ന ആ ഒരു സോണിൽ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. 444 ഹെവി ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവിടുന്ന് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. കല്യാൺ കേജിൽ നമുക്കറിയാം the valuation is, yeah, for short term it's in the fair value range. Okay, then RVNLന്റെ കേസിൽ ഓവർ വാല്യൂഡ് ആണ്. IRB, IRB infrastructure is fairly valued for the short term or mid term. Next, UPL, സോറി ഇതെന്താ, ഇത് വേറെന്തോ ആണ്, ഡാറ്റ സ്ക്രൂഡ്. UPL Limited is overvalued. Mazdok and Hudco. Mazdok is undervalued. ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാണ് മസ്ഡോക്കിൽ. 19% അണ്ടർ വാല്യൂഡ് ആണ് കാണിക്കുന്നത്. ഹുഡ്കോ
ഇറ്റ്സ് ഓവർ വാല്യൂഡ് നൗ. സോ അത്തരത്തിലാണ് ആ ഒരു 5-6 സ്റ്റോക്കിലാണ് ഭയങ്കരമായിട്ടുള്ള ഒരു മണി ഫ്ലോ ഒന്ന് നടന്നിട്ടുള്ളത്. അതാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ ഒരു ഇത്. ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 നമുക്ക് നോക്കാം. അതിൽ വന്നിട്ടുള്ളത് JWL ആണ്. അതായത് ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ്, ഇർക്കോൺ, BEML, ABFRL ആയിരിക്കും. പിന്നെ NBCC, GRSC. ഇപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. JWL നോക്കാം. JWL അതായത് ജൂപ്പിറ്റർ വാഗൺ ലിമിറ്റഡ്. ഇറ്റ്സ് ഇൻ ദി ഫെയർ വാല്യൂ റേഞ്ച്. ഓക്കെ, ആൻഡ് ദെൻ ഇർക്കോൺ. ഇർക്കോണും ഷോർട്ട് ടൈമിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം ഫെയർ വാല്യൂ റേഞ്ചിനാണുള്ളത്. ഓക്കെ, 3% ഈസ് നോട്ട് എ സിഗ്നിഫിക്കൻറ്റ് ഓവർ വാല്യൂ. BEML നോക്കുവാണെങ്കിൽ കൈൻഡ് ഓഫ് മോഡറേറ്റ്ലി ഓവർ വാല്യൂഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അടുത്തത് ABFRL. ഇറ്റ്സ് ഓവർ വാല്യൂഡ്. NBCC ആൻഡ് GRSC. NBCC ഓവർ വാല്യൂഡ് ആണ്. GRSC ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. GRSCയും മസ്ഡോക്കും നല്ല രീതിയിലാണുള്ളത്, നല്ല സോണിലാണുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മലയാളീസിൻ്റെ പ്രിയപ്പെട്ടവൻ കൊച്ചിൻ ഷിപ്പ് യാർഡ് എന്താ അവസ്ഥ നോക്കാം. ഇറ്റ്സ് ആ ഒരു ഫെയർലി വാല്യൂഡ് റേഞ്ചിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ബിറ്റ്വീൻ മസ്ഡോക്ക്, GRSC ആൻഡ് കൊച്ചിൻ ഷിപ്പ് യാർഡ്, മസ്ഡോക്ക്, GRSC ആണ് ബെസ്റ്റ് ഷിപ്പിംഗ് കമ്പനികളിൽ. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്, സ്മോൾ ക്യാപ്പ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാവുന്നത് ഓട്ടോ സെക്ടറാണ്. ഓട്ടോ സെക്ടർ നോക്കുമ്പോൾ കാണുന്നത് എക്സൈഡ് ആണ്. എക്സൈഡ് ഞാൻ ഇന്നലെ നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, നല്ല രീതിയിൽ ലിക്വിഡിറ്റി സോൺ റിവൈസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സൈഡ്, സോറി ചാർട്ടിലേക്ക് വന്നുപോയി, സോറി. എക്സൈഡ് ഇൻഡസ്ട്രീസ് അണ്ടർ വാല്യൂഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കാണ് പ്രീമിയം ഗ്രൂപ്പിൽ. ഹീറോ മോട്ടോ കോർപ്പും അണ്ടർ വാല്യൂഡ് ആണ്. ഭാരത് ഫോർജ്. അപ്പം അതിൽ ഈ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ഹീറ്റ് മാപ്പിലുള്ളതിൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഭാരത് ഫോർജ് ഇറ്റ്സ് ഫെയർലി വാല്യൂഡ്. അശോക് ലെയ്ലാൻഡ് ആണ് അടുത്തത്. അശോക് ലെയ്ലാൻഡ് ഇറ്റ്സ് ഹൈലി അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഷോർട്ട് ടൈമിലേക്ക് അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കാം. ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്. പിന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ നമുക്ക് നോക്കാം, മുമ്പ് നോക്കിയിരുന്നു. ടാറ്റ മോട്ടോഴ്സും ഒരു ഫെയർലി വാല്യൂഡ് റേഞ്ചിലാണ് ഫോർ ഷോർട്ട് ടേം. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൽ രണ്ട് കോളത്തിലും പച്ചയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മീൻസ് അത്ര ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ ആയിട്ടല്ല എടുക്കേണ്ടത്. അതായത് നമ്മൾ ഷോർട്ട് ടൈമിലേക്കും ലോങ് ടൈമിലേക്കും പൊട്ടൻഷ്യൽ ഉള്ളതായതുകൊണ്ട് ഇൻ കേസ് ഒരു ഡിപ്പ് വന്നു കഴിഞ്ഞാലും നമുക്ക് ലോങ് ടേമിലേക്ക് ആ ഒരു സ്റ്റോക്ക് സേഫ് ആണ്, അല്ലെങ്കിൽ ഫെയർലി വാല്യൂഡ് റേഞ്ചിലാണെന്നുള്ള ആശ്വാസത്തിൽ ഇരിക്കാൻ പറ്റും. സോ അതാണ് ഓട്ടോ സെക്ടർ വന്നിട്ടുള്ളത്. അടുത്തത് നിഫ്റ്റി ബാങ്ക് ആണ്. നിഫ്റ്റി ബാങ്കിൽ PNB, ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC ഫസ്റ്റ്, ഇതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബാങ്ക്. സോ PNB നോക്കാം. PNB പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇറ്റ്സ് അണ്ടർ വാല്യൂഡ് 78%. ആൻഡ് ദെൻ നമുക്കറിയാം എല്ലാ ബാങ്കിങ് സെക്ടേഴ്സും അല്ലെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കുകളും നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുകയാണ്. ഭയങ്കര സെൽ ഓഫ് നടന്നിട്ടുള്ള ഒരു സെക്ടറാണ് ബാങ്കിങ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ FIIs ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് FIIs ഭയങ്കര സെല് ചെയ്ത സമയത്തും അവർ ഫ്രഷ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്ക് കൂടിയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. പ്രത്യേകിച്ച് നമ്മളുടെ FIIയിലെ ഏറ്റവും ടോപ്പ് ഒരു കിങ് ഉണ്ടല്ലോ, സിംഗപ്പൂർ ഗവൺമെൻറ്, അവർ വാങ്ങിച്ചിട്ടുള്ളൊരു സ്റ്റോക്ക് കൂടിയാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഓക്കെ, സോ പിന്നെ IDFC ഫസ്റ്റ് ബാങ്ക് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് ബാങ്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, കാരണം അത്രയും താഴെ പോയി കിടക്കുന്നുണ്ടായിരുന്നു. സോ ഇത് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടാവും എന്നുള്ള ക്ലെയിം ചെയ്യല്ല. ബിറ്റ്വീൻ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് ഓൾ, ഇറ്റ് ഈസ് ഹാവിങ് ദ പൊട്ടൻഷ്യൽ ടു റീച്ച് ദെയർ. നല്ല റിസൾട്ടുകൾ വരികയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഫെയർ വാല്യൂലേക്ക് എത്തുക. അതിൻ്റെ ഇടയിൽ മോശം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും പോകും എന്നുള്ളതാണ്, താഴെ പോകും എന്നുള്ളതാണ്. സോ ഫെയർ വാല്യൂഷൻ ഈസ് വാല്യൂഷൻ ഈസ് നോട്ട് എ കോൺക്രീറ്റ് തിങ്, അല്ലെങ്കിൽ ഒരു
ഫിക്സഡ് ടൈമിലേക്കുള്ള സാധനമല്ല. ഇറ്റ് വിൽ ബി വേരിയിങ്. ഇപ്പം ഇന്ന് ചെയ്ത വാല്യുവേഷൻ ആയിരിക്കില്ല നമ്മൾ അടുത്ത ആഴ്ച ചെയ്യുമ്പോൾ ഉണ്ടാവുക. സോ അതുകൊണ്ട് നിങ്ങൾ വാല്യുവേഷൻ പഠിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക. ഇന്ന് കിട്ടിയിട്ടുള്ള വാല്യുവേഷൻ നോക്കി അതും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് സ്റ്റോക്ക് എടുത്തിട്ട് അതിലെത്തുന്നുള്ള രീതിയിൽ നിൽക്കരുത്. കാരണം ഓരോ മീൻസ് മാർക്കറ്റ് സ്ട്രക്ചർ മാറുമ്പോഴും സെക്ടറൽ സ്ട്രക്ചർ മാറുമ്പോഴും കോമ്പറ്റീറ്റർ സ്ട്രക്ചർ മാറുമ്പോഴും ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ മാറും. സോ അത് ഓരോ ദിവസങ്ങളിലും മാറി വരുന്ന സാധനമാണ്, അല്ലെങ്കിൽ ഓരോ ആഴ്ചകളിലും മാറി വരുന്ന സാധനമാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി കൺസ്യൂമർ ഡ്യൂറബിൾസിലാണ്. അതിലൊന്ന് കല്യാൺ കേജിലാണ് നമ്മൾ നേരത്തെ നോക്കി. പിന്നെ ടൈറ്റാൻ നോക്കാം. ഓവർ വാല്യൂഡ് ആണ്. പിന്നെ കണ്ടത് ആംബർ ആണ്. ആംബർ ഓവർ വാല്യൂഡ് ആണ്, മീൻസ് അത്രയ്ക്ക് ഓവർ വാല്യൂഡ് അല്ല, ഒരു മോഡറേറ്റ്ലി ഓവർ വാല്യൂഡ് എന്ന് പറയാം. പിന്നെ ബാറ്റ ഇന്ത്യ കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. ഡിക്സൺ അത് ഓവർ വാല്യൂഡ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പം കല്യാൺ കേജിൽ നമ്മൾ നേരത്തെ കണ്ടു, ഒരു ഷോർട്ട് ടൈമിലേക്ക് ഫെയർലി വാല്യൂഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ടൈറ്റാൻ്റെ കേസിൽ ഒരു മോഡറേറ്റ്ലി ഓവർ വാല്യൂഡ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഫിനാൻഷ്യൽ സർവീസസ് നോക്കാം. ഇതിലേക്ക് അത്ര ഒരു വലിയ തരത്തിലുള്ള ഒരു ഫ്ലോ നടക്കുന്നില്ല. കണ്ടില്ലേ, ഒരു ഗ്രീൻ അത്ര ഭയങ്കരമായിട്ടുള്ളൊരു ഗ്രീൻ അല്ല. അപ്പോൾ അതിൽ വരുന്ന ഒന്ന് PFC വരുന്നുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ട്. REC ലിമിറ്റഡ് ചെയ്തിട്ടുണ്ട്. മുത്തൂറ്റ് ഫിനാൻസ് ഏതായാലും നമുക്ക് നോക്കാം, ഇതെല്ലാം നോക്കാം. HDFC AMC മുതൽ HDFC AMC ഫെയർലി വാല്യൂഡ് ആണ്. ദെൻ MCX ഓവർ വാല്യൂഡ് ആണ്. LIC ഹൗസിംഗ് ഫിനാൻസ് നല്ല സ്കോപ്പാണ്. ഇൻ കേസ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ DCF ഇതിനെ ബാധിക്കില്ല. കാരണം ഇത് ഒരു എറർ ഡാറ്റയാണ്. കാരണം ബാങ്കിങ് കമ്പനികൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഫൈനാൻഷ്യൽ സെക്ടർ കമ്പനികൾക്കും DCFൻ്റെ ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗിവിങ് എ മിസ്ലീഡിങ് ഡാറ്റ. പക്ഷേ PE മൾട്ടിപ്പിൾ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. പിന്നെ മുത്തൂറ്റ് ഫിനാൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ DCF നോക്കണ്ട, ഫൈനാൻസ് കമ്പനി ആയതുകൊണ്ട് 22% ആണ്, ഒരു മോഡറേറ്റ്ലി ഓവർ വാല്യൂഡ് എന്ന് പറയാം. പിന്നെ REC ലിമിറ്റഡ് നല്ല ഒരു സ്റ്റോക്കാണ്, നമുക്കെല്ലാവർക്കും അറിയാം. REC ലിമിറ്റഡ് അണ്ടർ വാല്യൂഡ് ആണ്. പിന്നെ PFC അല്ല നമ്മൾ കണ്ടിരുന്നത്. PFC നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഇതിലും നല്ല ഇത് കാണിക്കുന്നുണ്ട്. 90% ആൻഡ് 42% PFC. ഓക്കെ, സോ അതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടർ. ഇനി FMCG ആണ്. നേരത്തെ നമ്മൾ കണ്ടു ടാറ്റ കൺസ്യൂമർ, നെസ്ലെ. ടാറ്റ കൺസ്യൂമർ നമ്മൾ തുടക്കത്തിൽ നോക്കി. പിന്നെ വരുന്ന നെസ്ലെ. അപ്പോൾ FMCGയിൽ നല്ല രീതിയിൽ ഇത് വരുന്നുണ്ട്. പിന്നെ FMCGൻ്റെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിസഷൻ പ്രൂഫ് ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പം ബിറ്റ്വീൻ ടാറ്റ ആൻഡ് കൺസ്യൂമർ ആൻഡ് നെസ്ലെ ഈസ് ഓവർ വാല്യൂഡ്. നെസ്ലെ മിക്ക സമയത്തും ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെ ഉണ്ടാവാറുള്ളത്. പിന്നെ ബൽറാം ചിൻ ഫെയർലി വാല്യൂഡ് ആണ്. ബൽറാം ചിൻ. ITC ഹിന്ദു യൂണിലിവർ ITC കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. പിന്നെ ഹിന്ദു യൂണിലിവർ ഓവർ വാല്യൂഡ് ആണ്. സോ ബിറ്റ്വീൻ ദം നമുക്ക് മനസ്സിലായിട്ടുള്ളത് ബൽറാം ചിൻ ഓക്കെയാണ്, ടാറ്റ കൺസ്യൂമർ ഓക്കെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് IT ആണ്. ITയിലേക്ക് കാര്യമായിട്ടുള്ള രീതിയിലൊരു ഇൻഫ്ലോ വന്നിട്ടില്ല. വന്നതിൽ തന്നെ LTIM-ഉം ഇൻഫോസിസുമാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. LTIM, മൈൻട്രി ഫെയർലി വാല്യൂഡ് ആണ്. ഇൻഫോസിസ് അണ്ടർ വാല്യൂഡ്. ഇൻഫോസിസ് 20% അണ്ടർ വാല്യൂഡ് ആണ് ഫോർ മിഡ് ടേം. ഓക്കെ, പിന്നെ നിഫ്റ്റി മീഡിയ ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലോ വരുന്നില്ല. സോ കാര്യമായിട്ടൊരു ബജറ്റ് അലോക്കേഷൻ അതിന് വേണ്ടിയിട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. അടുത്തത് നിഫ്റ്റി മെറ്റലാണ്, നാഷണൽ അലൂമിനിയം. ഈ സ്റ്റോക്കും നമ്മൾ ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീമിയം ഗ്രൂപ്പിൽ ഉള്ള സ്റ്റോക്കായിരുന്നു. പിന്നെ ഹിൻഡ് കോപ്പർ. ഓക്കെ, നാഷണൽ അലൂമിനിയം, ഹിൻഡ് കോപ്പർ നോക്കാം.
നാഷണൽ അലൂമിനിയം നോക്കാം. 44% അണ്ടർ വാല്യൂഡ്. നമ്മൾ ഗ്രൂപ്പിൽ ഇന്നലെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. ഹിന്ദ് കോപ്പർ കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. പിന്നെ വെൽകോർപ്പ് ഉണ്ട്, രത്നമണി, ടാറ്റ സ്റ്റീൽ. വെൽകോപ്പ് ഫെയർലി വാല്യൂഡ് ആണ്. രത്നമണി മോഡറേറ്റ്ലി ഓവർ വാല്യൂഡ് ആണ്. ടാറ്റ സ്റ്റീൽ കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. ടാറ്റ സ്റ്റീൽ ഓക്കെ. സോ അതാണ് നമുക്ക് മെറ്റൽ സെക്ടറിൽ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ. അടുത്ത നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. ഓയിൽ ആൻഡ് ഗ്യാസിൽ ഗെയിൽ, MGL, പെട്രോനെറ്റ്, ഈ ONGC, ഈ 4 സ്റ്റോക്കുകളിലാണ് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലോ കാണുന്നത്. അപ്പം അത് നോക്കാം. ഗെയിൽ രണ്ട് ഷോർട്ട് ടേം ആണെങ്കിലും മിഡ് ടേം ആണെങ്കിലും അണ്ടർ വാല്യൂഡ് ആണ്. പെട്രോനെറ്റ് ഇറ്റ്സ് ഓൾസോ അണ്ടർ വാല്യൂഡ്. ONGC ഇതെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് കേട്ടോ. ONGC നല്ല വാല്യുവേഷൻ റേഞ്ചിലാണുള്ളത്. പിന്നെ ഇതാ MGL ആയിരുന്നു, മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്, നല്ല പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഗ്യാസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു അലോക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഗെയിൽ, MGL, പെട്രോനെറ്റ്, ഈ ONGC ഇതെല്ലാം അണ്ടർ വാല്യൂഡ് ആയിട്ട് കിടക്കുന്ന സ്റ്റോക്കുകളാണ്. കാസ്ട്രോൾ ഇന്ത്യയും ഐ തിങ്ക് IOC ഇതെല്ലാം നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. ഓക്കെ, അടുത്തത് നിഫ്റ്റി ഫാർമ, ഡോക്ടർ റെഡ്ഡി, സൈഡസ് ലൈഫ്, ബയോകോൺ, സിപ്ല, ഗ്ലാൻഡ്, നാറ്റ്കോ ഫാർമ. ഓക്കെ, ഈ ഒരു 5 എണ്ണത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഡോക്ടർ റെഡ്ഡി നോക്കാം. നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് ഇത് നോട്ട് ഡൗൺ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ഇതിലാണുള്ളത്. ഓക്കെ, 67% ആണ് ഡോക്ടർ റെഡ്ഡി കാണിക്കുന്നത്. ഓക്കെ, പിന്നെ സൈഡസ് ലൈഫ്, സൈഡസ് ലൈഫും ഓക്കെയാണ്. ബയോകോൺ, ഓക്കെ. സിപ്ല അണ്ടർ വാല്യൂഡ് ആണ്. ഗ്ലാൻഡ് അണ്ടർ വാല്യൂഡ് ആണ്. നാറ്റ്കോ ഫാർമ നാറ്റ്കോ ഫാർമ ഭയങ്കര പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാം കണ്ടില്ലേ, ഡോക്ടർ റെഡ്ഡി, സൈഡൂസ്, ബയോകോൺ, സിപ്ല, ഗ്ലാൻഡ്, നാറ്റ്കോ, ബജറ്റിൽ എന്തെങ്കിലും എന്താ പറയുക, ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വരികയാണെങ്കിൽ, ഹെൽത്ത് കെയറിന് ഒരു ബെനിഫിറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. എല്ലാം അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇൻഫ്ലോ വരുന്നുണ്ട്, കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഇതിൽ കണ്ട പോലെ. ഇപ്പോൾ ഇത് ഈ കേസിൽ ഡിവിസ് ഫാർമ ലാബ് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അതിൽ സെല്ലിംഗ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇതായിരിക്കും, ഓവർ വാല്യൂഡ് ആയിരിക്കും. 56% ഓവർ വാല്യൂഡ് ആണ്. അതുകൊണ്ടാണ് അതിൽ സെല്ലിംഗ് വരുന്നത്, ഇതിൽ ബൈയിങ്ങും വരുന്നത്. സോ അത്തരത്തിൽ മനസ്സിലാക്കണം നമ്മൾ ഓവർ വാല്യൂഡ് ആവുന്ന സ്റ്റോക്കുകളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക് നമ്മൾ നേരത്തെ കാണിച്ചു, IDFC ഫസ്റ്റ് കാണിച്ചു, ബന്ധൻ ബാങ്ക്, RBL. ബന്ധൻ ബാങ്ക് നോക്കാം. ബന്ധൻ ബാങ്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. പിന്നെ RBLും പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക്. അടുത്ത് PSU ബാങ്ക്, PNB, യൂണിയൻ ബാങ്ക്, PSB, കാനറ ബാങ്ക്, മഹാബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, IOB. ഇന്ത്യൻ ബാങ്ക് ഒക്കെ നമ്മൾ ഇന്നലെ ചെയ്തതാണ്. PNB നമ്മൾ നേരത്തെ ചെയ്തു. കാനറ ബാങ്ക് നോക്കാം. കാനറ ബാങ്ക് അടിപൊളിയാണ്. ഓക്കെ, നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കിട്ടുന്നത്. പിന്നെ മഹാബാങ്ക് അല്ല, യൂണിയൻ ബാങ്കും അണ്ടർ വാല്യൂഡ് ആണ്. ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുമ്പോൾ തന്നെ മീൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ബാങ്കിങ് സെക്ടർ, ഫൈനാൻഷ്യൽ സെക്ടർ, അതുപോലെ ഹെൽത്ത് കെയർ സെക്ടർ ഒക്കെ അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റിയത് എന്നുള്ളതാണ്. ഓയിൽ സെക്ടർ, ഓക്കെ. അപ്പോൾ അതിലൊക്കെ അണ്ടർ വാല്യൂഡ് ആണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലോ ഉള്ള അല്ലെങ്കിൽ നല്ല ഇതുള്ള ഹീറ്റ് മാപ്പ് ഉള്ള കമ്പനികൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നിഫ്റ്റി റിയാലിറ്റിയാണ്. പിന്നെ ബ്രിഗേഡ്, ലോധ, ഒബ്രോയ്. ഫീനിക്സ് ലിമിറ്റഡ്, ശോഭ. ബ്രിഗേഡ് നോക്കാം.
ഫെയർലി വാല്യൂഡ് ആണ്. ലോധ കറക്റ്റ് വാല്യുവേഷനിലാണുള്ളത് 1161. ദെൻ ഫീനിക്സ് അല്ലേ, ഫീനിക്സ് ഒരു മോഡറേറ്റ്ലി ഓവർ വാല്യൂഡ്. പിന്നെ ഒബ്രോയ് റിയാലിറ്റി ശോഭ. ഒബ്രോയ് റിയാലിറ്റി അണ്ടർ വാല്യൂഡ് ആണ്. ശോഭ ഓക്കെ, ശോഭ ഓവർ വാല്യൂഡ് ആണ്. അപ്പം നമുക്ക് ബ്രിഗേഡും ഒബ്രോയും ആണ് ഇതിൽ കുറച്ച് അണ്ടർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്നത് റിയാലിറ്റിയിൽ. സോ വീഡിയോ ഒരുപാട് ലെങ്ത് ആയെന്നറിയാം. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരുപാട് പേർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നാളെയാണ് ബജറ്റ്, അപ്പോൾ ഇന്നത് ഷെയർ ചെയ്ത് കൊടുത്താലേ കാര്യമുള്ളൂ. ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇത് റീച്ച് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും സെക്ടേഴ്സിൽ നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിനെ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വാല്യുവേഷനും കൂടി ഞാൻ ഇതിൻ്റെ റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക വാല്യുവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന വാല്യുവേഷൻ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ ഇൻ ദ പ്രീമിയം വാല്യുവേഷൻ ഗ്രൂപ്പ്. വാല്യുവേഷൻ പഠിക്കണമെങ്കിലും യു ക്യാൻ കോൺടാക്ട് മീ ഇൻ ദ ഗിവൺ നമ്പർ. സീ യു സൂൺ വിത്ത് അനദർ ഗുഡ് വീഡിയോ. ബൈ ബൈ.